പശ്ചിമബംഗാളിൽ SIR നടപടികളുമായി BLOമാർ ഭവനങ്ങളിലേക്കെത്തുമ്പോൾ, അതായത് ബംഗാളിലെ തെരുവോരങ്ങളിലെത്തുമ്പോൾ നമുക്കറിയാം അവിടുത്തെ പോപ്പുലേഷൻ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വലുതാണ്. വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. വെറും 88,000 ചതുരശ്ര കിലോമീറ്ററിൽ 10 കോടിയിലധികം ആളുകൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനം. ആ സംസ്ഥാനത്ത് BJP SIR നടത്താൻ BLOമാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. BLOമാരുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് പാർലമെന്റിൽ അടിയന്തരമായി പ്രിയങ്ക ഗാന്ധി ഇടപെട്ടതും. അതുപോലെ തന്നെ ഈ ആവശ്യത്തെ മാനിക്കാതിരുന്നാൽ പ്രതിപക്ഷം ഒരു രീതിയിലും സഹകരിക്കില്ല എന്ന് BJPയോട് തുറന്നു പറഞ്ഞതും. ഓം ബിർളയോ CP രാധാകൃഷ്ണനോ മുഖം ചുളിച്ചിട്ട് കാര്യമില്ല. അവരെക്കൊണ്ട് ഒന്നിനും കഴിയില്ല. സഭ നിയന്ത്രിക്കാനുള്ള പ്രത്യേക വാക്ചാതുര്യമൊന്നുമില്ലാത്ത രണ്ടുപേരാണ് CP രാധാകൃഷ്ണനും ഓം ബിർളയും. കാരണം ഓം ബിർള മുൻപ് നിയന്ത്രിച്ചിരുന്ന സഭയെന്ന് പറയുന്നത് അവിടെ BJPക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു. BJP ഈ രാജ്യത്ത് ഭരണത്തിലിരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ മാർഗങ്ങളെ തടസ്സപ്പെടുത്തി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോക്കറ്റിനുള്ളിലാക്കി ഈ രാജ്യത്തിന്റെ ഭരണചക്രം എന്നേക്കുമായി നിയന്ത്രിക്കാമെന്ന് വിചാരിക്കുന്നിടത്താണ് കളികൾ പാളിപ്പോകുന്നത്. ബംഗാളിലാണ് അതിന്റെ ഏറ്റവും തീവ്രമായ സ്വഭാവം. തൃണമൂൽ കോൺഗ്രസ് കുറച്ചുകൂടി അക്രമാസക്തമാണ്. അങ്ങനെ തന്നെയാണ് കോൺഗ്രസിനെയും CPIMനെയും BJPയെയും നേരിട്ടിട്ടുള്ളത്. അവിടെ BJP പ്രവർത്തകരെയും BLOമാരെയും ആക്രമണത്തിന് വിധേയരാക്കുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. കാരണം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്ന ഈ പരിപാടി ഒരു തരത്തിൽ പറഞ്ഞാൽ നടയടിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും BLOമാരും BJP ഏജന്റുമാരും വാങ്ങിച്ചു കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ BLOമാരായി ചെല്ലുന്നതിൽ പലരും സംഘപരിവാർ ചായവും അതിനുവേണ്ടി പണിയെടുക്കുന്നവരുമാണ്. അവരാണ് കൂടുതൽ മെനക്കെടുന്നത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ബംഗാളിൽ അങ്ങിങ്ങായി വലിയ തോതിൽ രോഷമുണ്ടാകുന്നു. നമുക്കറിയാം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷമുണ്ടായ ഒരു വലിയ രോഷം ഇപ്പോഴും അത് അങ്ങിങ്ങായി തുടരുന്നുണ്ട്. ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഏത് രീതിയിലും നടപടിക്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിന് നടത്താൻ സാധിക്കൂ. അതിലൊന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ EVM ഉപയോഗിച്ചുകൊണ്ടുള്ള വെട്ടിപ്പ്. ജനങ്ങൾ അത് വലിയ തോതിൽ കയ്യോടെ പിടിച്ചുവെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ഉണ്ടായ അനുഭവം അതാണ്. എന്നാൽ ഇത്രത്തോളം വ്യാപകമായിരുന്നില്ല. അതിന്റെ തീവ്ര സ്വഭാവം ബീഹാറിൽ എടുത്തു കഴിഞ്ഞു. ഇനി അത് ആസാമിലും ബംഗാളിലും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ സംഘടനം. ഈ സംഘടനത്തിന്റെ ഉത്തരവാദി അതും കേന്ദ്ര സർക്കാരിന്റെ സ്പോൺസേഡ് പരിപാടി തന്നെയാണ്. അവിടെ ജീവൻ നഷ്ടപ്പെടുന്നവർ അതിനും ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. കാരണം ഇതെല്ലാം കാണിച്ചു വെച്ചത് കേന്ദ്ര സർക്കാരിന്റെ കുബുദ്ധിയാണ്.